Good morning. Today we can discuss organization chart and organization manuals. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ മേജർ റീസൺ വൈ കോൺഫ്ലിക്ട്സ് ഒക്കർ ഇൻ ദി ഓർഗനൈസേഷൻ ഇസ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിയർ അസൈൻമെൻറ്റ്സ് ആൻഡ് ദോസ് ഓഫ് ദിയർ കോവർക്കേഴ്സ്. അപ്പോൾ എത്ര തന്നെ അവർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കിയാലും ശരി, പീപ്പിൾ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ടു മേക്ക് ഇറ്റ് വർക്ക്. സോ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എയ്ഡഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ബൈ ദ പ്രോപ്പർ യൂസ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്. അപ്പോൾ എങ്ങനെ ഓർഗനൈസേഷൻ ചാർട്ടിൽ എവറി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി ചാർട്ടഡ്. For a chart merely indicates how departments are tied together along the principal lines of authority. അപ്പോൾ ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേപോലെയല്ല വരും. അപ്പോൾ ഓർഗനൈസേഷണൽ ചാർട്ട് റേഞ്ച് ഫ്രം സിമ്പിൾ ഡ്രോയിങ്സ് വിച്ച് മിയർലി ഔട്ട്ലൈൻ ദ സ്ട്രക്ചർ ഓഫ് എന്താ പറയുക മേജർ യൂണിറ്റ്സ് ടു വെരി കോംപ്ലെക്സ് ഡ്രോയിങ്സ് വിച്ച് അറ്റംപ്റ്റ്സ് ടു ഇൻക്ലൂഡ് ഓൾ മൈനർ യൂണിറ്റ്സ് ആസ് വെൽ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക്കൽ ഫോം വിച്ച് ഷോസ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് ദ മേജർ ഫങ്ഷൻസ് ആൻഡ് ദിയർ റെസ്പെക്റ്റീവ് റിലേഷൻഷിപ്പ്. അതായത് ഒരു എന്താ പറയുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഗ്രാഫിക് പോർട്രയൽ ഓഫ് പൊസിഷൻസ് ഇൻ ദ എൻ്റർപ്രൈസ് ആൻഡ് ഓഫ് ദ ഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം. മനസ്സിലായോ? അപ്പോൾ ഈ ചാർട്ടിൽ ഓർഗനൈസേഷൻ ചാർട്ടിൽ എന്താണ്ടാവും? ഇറ്റ് ഷോസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് ടൈറ്റിൽ ഓഫ് ഈച്ച് മാനേജേഴ്സ് പൊസിഷൻ. മനസ്സിലായല്ലോ? അതായത് ആരുടെ അക്കൗണ്ടബിൾ ആവണം, ആൻഡ് ഹൂ ഹാസ് അതോറിറ്റി ഫോർ ഈച്ച് ഏരിയ എക്സെട്ര. ഓൾ ദീസ് ആർ ഷോൺ ഇൻ എ എന്താ പറയുക ഗ്രാഫിക്കൽ വേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ഒരു ചാർട്ട് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് പ്രൊവൈഡ്സ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിവിഷൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ് as well as the relationship between the executives and subordinates at various levels. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എനേബിൾസ് ഈച്ച് എക്സിക്യൂട്ടീവ് ആൻഡ് എംപ്ലോയി ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ടു നോ ടു ഹൂം ഹിസ് അക്കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ടിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡയഗ്രമാറ്റിക്കൽ പ്രസൻറ്റേഷനാണ്. Then it shows principal lines of authority in the organization. Then it shows the interplay of various functions and relationship. It indicates the channels of communication. Okay. ഒരിക്കലും ഈ നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഓർഗനൈസേഷൻ ചാർട്ടും ഒന്നല്ല. An organization chart is merely a type of record showing the formal organizational relationship which management intends should prevail. അതായത് ഇറ്റ് ഈസ് എ പ്രൈമറി ടെക്നിക് ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുക. അതായത് ഇറ്റ് പ്രസൻസ് ഡയഗ്രമാറ്റിക്കലി ദ ലൈൻസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് പൊസിഷൻസ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ രണ്ട് തരത്തിൽ വരാം ഓർഗനൈസേഷണൽ ചാർട്ട്. അതായത് പേഴ്സണൽ ഉണ്ടാവാം, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാവും. പേഴ്സണൽ ഓർഗനൈസേഷൻ ചാർട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ട് ഡെപ്പിക്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊസിഷൻസ് held by different persons. മനസ്സിലായല്ലോ? നേരെ മറിച്ചിട്ട് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ചാർട്ടിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഇറ്റ് ഡെപ്പിക്സ് ദ ഫങ്ഷൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഈച്ച് യൂണിറ്റ് ആൻഡ് സബ് യൂണിറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. മനസ്സിലായോ ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്. അപ്പം വേണമെങ്കിൽ ഒരു ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാം. അക്കോർഡിംഗ് ടു ടെറി എന്താണ് ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഡെഫിനേഷൻ എന്നുള്ളതാണ് ഡയഗ്രമാറ്റിക് ഫോം ഷോയിങ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ.
ഓക്കെ. അല്ലെങ്കിൽ വേറെ ഹെൻറി എച്ച് ആൽബൻസിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് പോർട്രേസ് മാനേജറിയൽ പൊസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ കമ്പനി. ഓക്കെ. And one more definition is given according to McFarland. An organization chart is a type of record showing the formal organizational relationship which executives intend. മനസ്സിലായോ? അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താ ഓർഗനൈസേഷനിലുള്ള ഓരോരുത്തരുടെ പൊസിഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ലൈൻസ് ഓഫ് അതോറിറ്റി. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ചാർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ബേസിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും, അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് എക്സിക്യൂട്ടീവ്സ്, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ഓർഗനൈസേഷൻ, വേസ് ഓഫ് പ്രൊമോഷൻ, സാലറി, പെർട്ടിക്കുലേഴ്സ് എക്സെട്ര. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് എന്നുള്ളതാണ്. യൂഷ്വലി ദർ ആർ 4 ടൈപ്സ് ഓഫ് ചാർട്ട്. 3 അധിക ടെക്സ്റ്റിലും തന്നിട്ടുള്ളത്, പക്ഷേ ഒരു 4ാമത് ഒന്നും കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ചാർട്ട്, ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ചാർട്ട്, സർക്കുലർ ഓർഗനൈസേഷൻ ചാർട്ട് ആൻഡ് എ മാസ്റ്റർ ചാർട്ട്. ഓക്കെ. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ വെർട്ടിക്കൽ ആദ്യം നോക്കാം. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ചാർട്ട് റീഡ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതാണ് നമ്മൾ സാധാ കാണുന്നത് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ചാർട്ടാണ്. ഇറ്റ് ഷോസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഓൾ അതർ സക്സസീവ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ഏറ്റവും മുകളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് ബാക്കിയുള്ളവരും. നേരെ മറിച്ച് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ചാർട്ട് റീഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഏറ്റവും ലെഫ്റ്റായിട്ട് ആരുണ്ടാവും? ചീഫ് എക്സിക്യൂട്ടീവ് അറ്റ് ദി ലെഫ്റ്റ് ആൻഡ് ഓൾ അതർ സക്സസീവ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഹൊറിസോണ്ടലി റൈറ്റ് വേർഡ്. നേരെ മറിച്ച് സർക്കുലർ ഓർഗനൈസേഷൻ ചാർട്ടിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ സെൻട്രലായിട്ട് ആരുണ്ടാവും? ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ സെൻട്രൽ ഓർഗനൈസേഷൻ ചാർട്ട് ഷോസ് ദ പൊസിഷൻ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഇൻ ദ സെൻറ്റർ ഓഫ് വേരിയസ് concentric circles of different radii on which all other successive levels of management are shown. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോരുത്തരുടെ പൊസിഷൻ അനുസരിച്ചിട്ട് സർക്കുലർ സെൻട്രലായിട്ട് ചീഫ് ഉണ്ടാവും, അത് പിന്നെ ബാക്കിയുള്ളവരുടെ ഓരോരുത്തരുടെ എന്താ പറയുക ലെവൽ ഓഫ് അതോറിറ്റി അനുസരിച്ച് അകലം വിട്ടുകൊണ്ട്, അതായത് ഇന്നൊരു കൃത്യക്രമത്തിൽ റേഡിയസ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പൊസിഷൻസ് കാണിക്കും. മനസ്സിലായോ? ഇനി മാസ്റ്റർ ചാർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി എൻ്റർപ്രൈസ് പോർട്രേയിങ് ഓൾ പൊസിഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. മനസ്സിലായോ? അതായത് ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പോൾ അതാണ് മാസ്റ്റർ ചാർട്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വേണേൽ ഒരു എന്താ പറയുക ഓർഗനൈസേഷണൽ ചാർട്ടിൻ്റെ ഒരു പിക്ചറാണത്, നോക്കാം. Next we can discuss what are the advantages of organization chart. Advantages of organization chart ൽ വരുന്നത് first point, it gives a bird's eye view of the company's size, division of activities, coordination, etc. അതായത് ഓരോരോ എന്താ പറയുക ഒറ്റയടിക്ക് നമുക്ക് ഇറ്റ് ഷോസ് അറ്റ് എ ഗ്ലാൻസ് ദ ലൈൻസ് ഓഫ് അതോറിറ്റി ആൻഡ് responsibility. Second one, it reveals whether or not the span of management is wide or narrow. അതായത് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് വൈഡ് ആണോ അതോ നാരോ ആണോ എന്നുള്ളത് നമുക്ക് ഈ ഓർഗനൈസേഷൻ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. Then it shows whether the organization sticks to the principle of unity of command. Unity of command എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പം യൂണിറ്റി ഓഫ് കമാൻഡ് അതായത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് റിവീൽസ് വെദർ ഓർഗനൈസേഷൻ ഇസ് ഈവൻലി ബാലൻസ്ഡ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എന്താ പറയുക ഓർഗനൈസേഷൻ ചാർട്ട്.
അപ്പം നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്. അതായത് അതിൽ ഓർഗനൈസേഷൻ ചാർട്ട് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ്സ് മിയർ എക്സിസ്റ്റൻസ് ഡസ് നോട്ട് എൻഷുർ ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ ബിക്കോസ് ഓഫ് സം റീസൺസ്. എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് who has the greater degree of responsibility and authority at each managerial level. മനസ്സിലായോ? അതായത് നമുക്ക് കൃത്യമായിട്ട് അതിൽ പറയുന്നില്ല. അതായത് ദ വേർഡ്സ് ആൻഡ് ലൈൻസ് യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിക്കൊള്ളണമെന്നില്ല, കൃത്യമായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ഇൻകറക്റ്റ് റീഡിങ്സ് ഓഫ് ചാർട്ട് ലീഡ് ടു ഇൻകറക്റ്റ് റെഫറൻസസ് അബൌട്ട് ദി പവർ ആൻഡ് സ്റ്റേറ്റസ് എൻജോയ്ഡ് ബൈ different employees. The another drawback is it does not indicate the organization's informal relationship and channels of communication. Only formal relationship മാത്രമാണ് ഏതിൽ കാണിക്കുന്നുള്ളൂ, ഓർഗനൈസേഷൻ ചാർട്ടിൽ. അപ്പോൾ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഒന്നും കാണാതെയായി പോകുന്നു. ആൻഡ് അനദർ ഡ്രോബാക്ക് ഇസ് ഇറ്റ് കോസസ് എൻ അൺഹെൽത്തി റേസ് among employees for top positions which destroys team feeling. അതായത് ഈ ചാർട്ട് കാണുന്ന സമയത്ത് ഏറ്റവും അടിയിൽ കിടക്കുന്ന വർക്കേഴ്സിനൊക്കെ ഒരു ഫീലിംഗ് വരും, ഞങ്ങളൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ ഏറ്റവും അടിത്തട്ടിലാണല്ലോ എന്നുള്ള. അതേപോലെ തന്നെ ഈ ടോപ്പ് ലെവലിൽ തന്നെ മാനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു കോമ്പറ്റീഷനുള്ള സാധ്യത ഉണ്ട്. സോ എന്താ പറയുക, അൺഹെൽത്തി റേസ്, അതായത് ഒരു കോമ്പറ്റീഷൻ വരിക ചെയ്യുന്നത് എംപ്ലോയീസിൻ്റെ ഇടയിൽ, വിച്ച് ഡിസ്ട്രോയ്സ് ടീം ഫീലിംഗ് എന്നാണ് പറയുക. ക്ലിയർ ആണോ? ലിമിറ്റേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓർഗനൈസേഷൻ ചാർട്ട് ഷോസ് ഓൺലി ദ ഫോർമൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫെയിൽസ് ടു ഷോ ദ ഇൻഫോർമൽ റിലേഷൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. Then it shows the lines of authority, but it is not able to answer the questions like how much authority can be exercised by a particular executive, how far he is responsible for his functions, and to what extent he is accountable. അങ്ങനെയുള്ള കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ഇസ് ഓർഗനൈസേഷൻ മാനുവൽസ്. ഓർഗനൈസേഷൻ മാനുവൽസ് എന്താണെന്നുള്ളത് ഇനി നമ്മൾ നോക്കാൻ വേണം. അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇറ്റ് ഷോസ് ഹൂ ഹാസ് അതോറിറ്റി ഓവർ ഹൂ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഷോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അതോറിറ്റി. ഒരു ഡ്രോബാക്കായി നമ്മൾ പറഞ്ഞല്ലോ, it does not show the extent of authority or the duties of each person in the organization is expected to perform. അപ്പം for this reason big undertakings prepare organization manuals that include job descriptions and other informations in addition to the chart. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഫ് ജോബ് കണ്ടൻസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഓർഗനൈസേഷൻ മാനുവൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. ആൻ ഓർഗനൈസേഷൻ മാനുവൽ ഇസ് എൻ അതോറിറ്റേറ്റീവ് ഗൈഡ് ടു ദ കമ്പനീസ് ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്, standard practices and procedures, and the descriptions of various jobs. ഇത് സാധാരണ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ലൂസ് ലീഫ് ബുക്കായിട്ടാണ്. അപ്പോൾ അതായത് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇഫ് എംപ്ലോയീസ് ആർ നോട്ട് സപ്ലൈഡ് വിത്ത് ദിസ് ഇൻഫർമേഷൻ ആഡിക്വേറ്റ്ലി ദേ വിൽ അപ്രോച്ച് ദെയർ സുപ്പീരിയേഴ്സ് ഫോർ പ്രോപ്പർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഇൻ്ററപ്ഷൻ ഓഫ് വർക്ക് ആൻഡ് റിസൾട്ടിങ് ഇൻ വേസ്റ്റേജ് ഓഫ് സുപ്പീരിയേഴ്സ് ടൈം ആൻഡ് എനർജി അലോങ് വിത്ത് ദിയർ ഓൺ ടൈം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഒരു കാരണത്താലാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ മാനുവൽ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ on a particular organization, and it contains detailed description of various jobs that are just listed only by titles or charts. ഇനി ഒരു ഓർഗനൈസേഷൻ ചാർട്ടിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ഉണ്ടാവുക നോക്കാം. അപ്പം ഓർഗനൈസേഷൻ മാനുവൽ കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്? കമ്പനീസ് മിഷൻ ഓർ ഫിലോസഫി, ദെൻ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് പ്രോസസ്സസ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് പൊസിഷൻ, relationship of each position with other positions,
and means of measuring performance and all committees. കമ്മിറ്റിയിൽ ഏതൊക്കെയാണ് who are the members and their objectives and functions. Okay.